ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു പിക്ക് ആൻഡ് ഈറ്റ്. ഇന്നത്തെ റെസിപ്പി കൽത്തപ്പ ചട്ടിയപ്പ ഇനി എന്തും നിങ്ങൾ ചൊല്ല ಯಾರತ್ತೆ ಮ್ಯಾಂಗ್ಳೂರಿಯನ್ಸ್ ಇದ್ರಿ ಕಲ್ತಪ್ಪ ಅಂತ ಹೇಳ್ತಾರೆ. ഒരു നല്ല കോമ്പിനേഷൻ ആയിത്തിക്കറ് ഫിഷ് കറി ರೊಟ್ಟಿಗೂ ಎಚ್ಚರಿ ಕರಿ ರೊಟ್ಟಿಗೂ ನಾವು ഇവിടെ ಸರ್ವ್ ಹಾಕಿത്തുള്ളೂ ಫಿಶ್ ಕರಿ ರೊಟ್ಟಿಗೂ. ಸೊ ഇതിൽ എങ്ങനെ ആക്കറേಂಟು ನಂಗೆ ನೋಡುವ. ഇവിടെ ഞാൻ 2 കപ്പ് ഇഡ്ലിയുടെ റൈസ് നല്ല വാഷ് ആക്കിയിട്ട് ഫുള്ളായിട്ട് സോക്കാക്കി വെച്ചിനെ. അതിൽ എക്സസ് വാട്ടർ ഞങ്ങൾ ത്രോ ആക്കിയിട്ട് പാടവർക്കത്ത് റൈസ് വാഷ് ആക്കിയിട്ട് പിന്നെ ഹാഫ് പോർഷൻ്റെ അത്ര ഇപ്പം ഞാൻ ഫസ്റ്റ് മിക്സിയുടെ ജാറിಗೆ ഇട്ടോಳ್ದೆ. തെല്ലാക്കിയിട്ട് ഫൈനായിട്ട് പേസ്റ്റ് ആക്കി എടുക്കുന്നു. ನಾವು ഇവിടെ 2 ഷലോട്ട് ആഡ് ആക്കറേ. ഇത് ഓപ്ഷണൽ, കൊറിയൻക്ക് ഇഷ്ടമില്ലേ അങ്ങ് സ്കിപ്പ് ആക്കാം. തെല്ല് തണ്ണി ആഡ് ആക്കറേ. ನಾವು ഇവിടെ ഓണിയൻ്റെ ടേസ്റ്റ് ഫ്ലേവർ ಬರೋಗಾಯ್ತು ಬಿಟ್ಟಲು ಆನಿಯನ್ ಆ್ಯಡ್ ಹಾಕ್ಕೊಂಡ್ರಿ. ഇങ്ങനെ ഫൈനായിട്ട് പേസ്റ്റ് ആക്കിയെടുത്തോളൂ. ബട്ട് അതിൽ തിക്നെസ് ചമ്മ തിന്നാവുതീര ഇത്തര ഒരു തിക്നെസ് ഇക്കോನು. പിന്നെ സെക്കൻഡ് ടൈം ഞങ്ങൾ അരക്കുമ്പോഴത്തേಗೂ പേസ്റ്റ് ಹಾಕೋമ്പോഴത്തേಗೂ ബാക്കിരെ അരിരെಲ್ಲ അരിയും ಅದರೊಟ್ಟಿಗೂ ഞങ്ങൾ തെല്ല് ചോറ് ആഡ് ആക്കിയോളൂ. കുക്കായ ചോറുണ്ടല്ലേ റൈസ് ഉണ്ടല്ലേ അതിൽ ആഡ് ആക്കിയോളൂ. കുക്കായ റൈസ് എന്തിട്ടിട്ടുണ്ടെങ്കിൽ കൽത്തപ്പ ചമ്മ ഹാർഡായി ബണ്ടി വേണ്ടാണ്ട് അതിൽ മേലത്തെ ലെയറും കീഴത്തെ ലെയർ നല്ല ക്രിസ്പി പോലെ വന്നിട്ട് മിഡിൽ തെല്ല് സോഫ്റ്റ്നെസ് വരണുണ്ട്. ഇങ്ങനെ ചോറ് തെല്ല് ആഡ് ആക്കിയോണ്ട് എന്തിട്ടില്ലേ ഒരു കപ്പിൽ ചെറിയ കപ്പിൽ ഹാഫ് പോർഷൻ എത്ര ഞാൻ ചോറ് ആഡ് ആക്കിയോണ്ടേ. തന്നി നിങ്ങൾക്ക് എത്ര വേണോ അത്ര ഇട്ടിട്ട് അതേപോലെ സെയിം ഫൈനായിട്ട് പേസ്റ്റ് ആക്കി എടുത്തോളൂ. ഫൈനായിട്ട് പേസ്റ്റ് ആക്കി എടുത്താൽ പിന്നെ ഇത് തെല്ല് തിക്നെസ് പോലെ വണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ കുക്കായ റൈസ് ഇട്ടതിൽ ഇപ്പം ഇത് ഞങ്ങൾക്ക് എത്ര തന്നി വേണോ അതിൽ തിക്നെസ് അക്കോർഡിങ് ഞങ്ങൾ തെല്ല് തന്നി ഇട്ടിട്ട് അതിൽ ബാലൻസ് ആക്കിയോളൂ. നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അതിൽ എക്സസ് വാട്ടർ എല്ലാം അതിൽ ഇട്ടോളേ. പിന്നെ അതിൽ തിക്നെസ് ഞങ്ങൾക്ക് എത്ര വേണോട്ട് നോക്കിയിട്ട് ഞങ്ങൾ പിന്നെ വേണമെങ്കിൽ അതിൽ അഡ്ജസ്റ്റ് ആക്കാം. സോ ഇവിടെ ഞങ്ങൾ തന്നി ഇട്ടാൽ പിന്നെ കയ്യിൽ ഇതിൽ നല്ല ആക്കിയിട്ട് മിക്സ് ആക്കി എടുത്തോളൂ. കയ്യിൽ ചന്താക്കിയിട്ട് മിക്സ് ആക്കി എടുത്തോളാം. ഇല്ലെങ്കിൽ നിങ്ങളൊട്ടും സ്പൂണിലും ആക്കാം. ഞാൻ ഇവിടെ ബട്ട് കയ്യിൽ നല്ല ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു ഹാഫ് ആൻ അവർക്ക് വെച്ച് ಬಿಡ್ರೆ. നിങ്ങളൊട്ട് ടൈം ഇല്ലെങ്കിൽ ഒരു 4 hours വെച്ച് ಬಿടാം. ആഫ്റ്റർ ഹാഫ് ആൻ അവർ പിന്നെ ഞങ്ങൾ ബാറ്റർ റെഡി ആയിരു. ഇവിടെ ഇതിൽ സോൾട്ട് ആഡ് ആക്കിയിടുക. ടേസ്റ്റിന് ഞങ്ങൾക്ക് എത്ര വേണം അത്ര സോൾട്ട് ആഡ് ആക്കിയിട്ട് നല്ല ആക്കിത്തോറും മിക്സ് കൊടുത്തു വിടുന്നു. ഇപ്പം നിങ്ങൾക്ക് സുബേಗೆ ಟಿಫಿನ್ಗೆ ಮಕ್ಕಳಿಗೆ ಲಂಚ್ಗೆ ಕೊಡ್ಕೋಗಿನ್ನ ಇನ್ನೆಂಗೆ ಟಿಫಿನ್ಗೆಲ್ಲ ಅಪ್ಪ ಮೀರು ಅಪ್ಪ ಹಾಕಿತ್ತು ಎಡ್ಕರಗಳು ಅಪ್ಪ ಆಯ್ತಿಕ್ಕರು ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിത്തിക്കറ്. സോ ഞാൻ പാനക്ക് ഇവിടെ ഞാൻ നോൺ സ്റ്റിക്ക് പാൻ എടുത്തോണ്ട് നിങ്ങളായിട്ട് കാസ്റ്റ് ആയിരുന്നെങ്കിൽ അതും എടുക്കാം. ഞാൻ ഇണ്ട് മാത്രം ഈ പാനിൽ ആക്കിയിട്ടില്ലേ. ഞാൻ ഇങ്ങനത്തെ കൽത്തപ്പല്ല ഇങ്ങനത്തെ പാനിലാക്കുകൊണ്ട് വെച്ചിരെ. സോ ഇതിൽ ഞാനിപ്പോൾ ഒരു 3 tablespoon അത്ര ഓയിൽ ഇട്ടിട്ട് ഓണിയൻ്റെ സ്ലൈസസിൽ കട്ടാക്കിയിട്ട് കീഴിലിട്ടിട്ട് അത് ഫ്രൈ ആവുകയോ ചെമ്മ ബുಡೋಗು ತೀರ അപ്പമേ അതിರ മേലിಗೆ ഞങ്ങൾ ഈ കൽത്തപ്പത്തെ പിട്ടുണ്ടല്ലേ അതിൽ പോറാക്കി ಬಿಡೋಣ. ഈ ഡോറെ നല്ല ആക്കിയിട്ട് പോറാക്കിയിട്ട് അതിൽ സെറ്റ് ആക്കി ಬಿಡೋಣ. നിങ്ങൾക്ക് എത്ര തിക്നെസ്സിൽ അതിൽ ഡോ വേണോ അത് നിങ്ങൾ ഡിസൈഡ് ആക്കിയിട്ട് ഞാൻ തെല്ല തിക്നെസ്സിലേ വെക്കറേ. ഒരു 1 inch അത്ര തിക്നെസ്സിൽ വെച്ചിട്ട് ഞാൻ അത്ര തിക്നെസ്സിൽ അപ്പാക്കി എടുത്തോളൂ. എന്നിട്ട് അത്ര ഡോ ഇട്ടിട്ട് ഞാൻ ഇതിന് മേലിಗೆ പാടെ ഒരു ലെയർ ഓണിയൻ്റെ ഇട്ടിട്ട് ഇതിൽ മുച്ചിട്ട് ഞങ്ങൾ 15 minutes മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഞങ്ങൾ കുക്കാക്കി എടുക്കണം. ഒരു സൈഡ് നല്ലായിട്ട് ഗോൾഡൻ കളർ ബണ്ടിത്തോളം ഞങ്ങൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഞങ്ങൾ കുക്കാക്കി എടുക്കുക. ഒരു സൈഡ് ഞങ്ങൾ കുക്കായിട്ട് മീഡിയം തന്നെ ചെക്കാക്കിക്കൊണ്ടിരിക്കൂ. ഒരു സൈഡ് നല്ല കുക്കായാൽ പിന്നെ അതിൽ ടേൺ ആക്കിയിട്ടിട്ട് ഫ്ലിപ്പ് ആക്കിയിട്ടിട്ട് ഇന്നൊരു സൈഡും ഞങ്ങൾ കുക്കാക്കി എടുക്കണം. ടേൺ ആക്കുമ്പോൾ ജാഗ്രത ആക്കൂ. സോ ഒരു സൈഡ് നിങ്ങൾക്ക് നോക്കുമ്പോൾ പിടിയാ ഉടേ ഗോൾഡൻ കളർ പല പന്നറ് അത്ര അതിൽ ലെയർ മേലത്തേത് നല്ല ക്രിസ്പി ആയിട്ട്. ഇപ്പം ഇന്നൊരു സൈഡ് ഞങ്ങൾ കുക്കാക്കിയിട്ട് അതേപോലെ ക്രിസ്പി ആക്കി എടുക്കുന്നു. ഇവിടെ നോക്കൂ നിങ്ങൾ ഇപ്പം ഞങ്ങൾ ഓണിയൻ എന്തും കരഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇട്ടിട്ട് അപ്പമേ അതിന് മേലേക്ക് പിട്ട് വീതി താമത്തുകൂ ഞങ്ങൾ ഓണിയൻ എന്തും കറിയില്ല. സോ നല്ലായിട്ട് ഗോൾഡൻ പലായിട്ട് അതിൻ്റെ സ്മെല്ലും നല്ലായിട്ട് ബണ്ട്. സോ മോർണിംഗ് ആയിട്ട് ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഇതൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റും ആയിത്തിക്കറ്. പിന്നെ ഫിഷ് കറി ರೊಟ್ಟಿಗೂ ಎಚ್ಚರಿ ಕರಿ ರೊಟ್ಟಿಗೂ ಬೆಸ್ಟ್ കോമ്പിനേഷൻ ആയിത്തിക്കറ്. ഇതിന് നിങ്ങൾ ഓർക്കാനും ട്രൈ ആക്കറു. ഇന്നത്തെ ഈ റെസിപ്പി ഒരു ട്രഡീഷണൽ റെസിപ്പി ആയിത്തിക്കറ്. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ലൈക്ക് ആയി ഷെയർ ആക്കറു, കമൻറ്റ് ആക്കറു, സബ്സ്ക്രൈബ് ആക്കറു. താങ്ക് യു ഫോർ വാച്ചിങ്.